യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ജയത്തോടെ നടത്തിയ ക്രിസ്തു യേശുവിൻ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായി വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന്റെ കരുതലിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കോലവും സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് നാം എത്തേണ്ട ഇടങ്ങളിൽ കർത്താവ് നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയത്തിരും ഉറപ്പോടും ധൈര്യത്തോടും ബലത്തോടും ആയിരിക്കുക. ആമേ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാൻ 14 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, പല വിഷയങ്ങളുടെ നടുവിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന അനുഭവത്തിലായിരിക്കും പ്രഭാതത്തിൽ. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഈ പ്രഭാതത്തിൽ നമ്മോട് കൈമാറാനായിട്ടുള്ള ആലോചന, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അതേ സ്തോത്രം, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രശ്നങ്ങൾ ഒന്നും നമ്മുടെ തലയ്ക്ക് മീതെ കവിയുവാൻ ദൈവം ഇടയാകാതെ വേണം. ആ പ്രശ്നങ്ങളെ ശാന്തമാക്കി ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മെ എത്തിക്കേണ്ടടുത്ത് സർവശക്തനായ ദൈവം എത്തിക്കുവാനായിട്ടിടയെ തരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആകുലതകളും നിരാശകളും എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഉറപ്പും ധൈര്യവും ക്രിസ്തുവിൽ പ്രത്യാശയും ഉള്ളവരായി നാം മുന്നേറണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരുവേ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹൃദയങ്ങൾ കലങ്ങി മറിയുന്ന അനുഭവങ്ങൾ കടന്നു വരാം. അതേ ആടി ഉലയുന്നത് പോലെ നമ്മുടെ കൈക്ക് പിടിച്ചാൽ നിൽക്കാത്ത അനുഭവങ്ങളൊക്കെ കടന്നു വരും. പക്ഷെ അവിടെയും പറയാൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് നമ്മോട് വാഗ്ദത്തം ചെയ്ത നമ്മെ കൈവിടാതെ ഈ നിമിഷം വരെ നടത്തിയ ആ കർത്താവിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. അപ്പൊ കലങ്ങി മറിയാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മുൻകൂട്ടിയായി യേശു കർത്താവ് നമ്മോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. സ്തോത്ര. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഹൃദയം കലങ്ങിയിരിക്കുന്നുവെങ്കിൽ, ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, ചിന്താകുലരായിരിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെയും സ്ഥിരമാക്കിക്കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ കർത്താവിൽ ഉറപ്പുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്ന് വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം എന്തുകൊണ്ടത് പറയുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിൽ വിശ്വസിക്കുവേൻ. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യരിൽ വിശ്വസിക്കുവാനല്ല പറഞ്ഞത്, നമ്മുടെ ജോലി മേഖലയെ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും വിശ്വസിക്കുവാനല്ല പറഞ്ഞത്. ആരില്ല വിശ്വസിക്കാൻ പറഞ്ഞത്? ദൈവത്തിൽ വിശ്വസിക്കുവേ, എന്നിലും വിശ്വസിക്കുവാൻ പറഞ്ഞു. ആരാ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, തന്റെ ഏകജാതനായ പുത്രനെ സ്തോത്രം നമുക്ക് തരുവാൻ സ്തോത്രം കർത്താവ് പിതാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഇഷ്ടമായിരുന്നു എന്ത് ചെയ്യുന്നു? തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തരിക എന്നത്. എന്തിനാ? ആ തന്നതിൽ കൂടി എത്രേ പിതാവ് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആ പുത്രനെ നമുക്ക് തന്നുവെങ്കിൽ അവരോട് കൂടി
സകലതും നമുക്ക് തരാതിരിക്കുമോ എന്ന് തിരുവചനത്തിൽ കാണുന്നു. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന ആ ഒരു പിതാവ്, ആ പിതാവിൽ വിശ്വസിക്കുന്നവരായി തീരുവേ. അതെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവാൻ ആ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള ഒരു അവിശ്വാസത്തിന്റെ സാഹചര്യം കൂടെ സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഹൃദയം കലങ്ങിപ്പോകുന്ന ഒരു അനുഭവം തോന്നും. പക്ഷേ നമ്മുടെ കൂടെ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് അസാധ്യങ്ങളുടെ നടുവിലും നമ്മോടൊപ്പം ഇരിക്കുവാൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവമുണ്ട്. ആ പിതാവിൽ നാം വിശ്വാസം ഉള്ളവരായിരിക്കണം എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, എന്നിലും വിശ്വസിക്കുവേൻ. ആ പിതാവ് തന്റെ പുത്രനെ എങ്ങനെ നമുക്ക് എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചോ ആ ഉദ്ദേശം ഒന്നുപോലും മാറ്റിവെക്കാതെ തന്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി തന്നു. ഹല്ലേലൂയ, നമ്മെ വീണ്ടെടുക്കുവാൻ വില കൊടുത്തതായ ആ കർത്താവിൽ വിശ്വസിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് വിശ്വസിപ്പാൻ ഒരു പിതാവ് ഉണ്ട്. ആ പിതാവ് നാം വിശ്വസിച്ചുകൊണ്ട് എന്നെ കൈവിടുകയല്ല, എന്നെ ഉപേക്ഷിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവിന്റെ കൂടെ ഇരിക്കും. സ്തോത്ര. നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളുടെ ഭവനത്തിലെ അസ്വസ്ഥതകളെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിന്റെ കരം, ഹല്ലേലൂയ, വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്ന ഭവനങ്ങളുടെ മേൽ കർത്താവിന്റെ കരം ഈ പ്രഭാതത്തിൽ ചലിക്കുവാനായിട്ട് ഇടയായി തീരുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയ ദൈവമക്കളെ. സ്തോത്ര. ലോകത്തെ ജയിച്ച കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ജയവീരനായിരിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം 14-ാം അധ്യായം അതിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 27-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ആശ്വാസത്തിന്റെ വാഗ്ദത്തം തന്നെ അവിടെ നമുക്ക് തരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. സ്തോത്രം. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അസമാധാനത്തെ തന്നിട്ടല്ല കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയത്, സമാധാനം നമുക്ക് തന്നിട്ട് പോയി. ആ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന കർത്താവ്, അതേ സ്തോത്ര. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ആ സമാധാനത്തെ ആണ് കർത്താവിൽ വ്യാപരിച്ചതായ ആ സമാധാനത്തെ ആണ് കർത്താവ് നമ്മുടെ മേൽ തന്നത്. സ്തോത്ര. അങ്ങനെ പ്രിയ ദൈവമക്കളെ, അത് അനുഭവിക്കുവാനായിട്ട് അതേ സ്തോത്ര എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മേൽ വന്നാലും വചനത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നദികളിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, തീ നിന്നെ ദഹിപ്പിക്കുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഏത് വിഷയത്തിന്റെ നടുവിലും സ്തോത്രം ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നാം അധൈര്യപ്പെട്ടു പോകണ്ട, അവിടെ നാം ഭയപ്പെട്ടു പോകണ്ട, നാം ഒറ്റയ്ക്കാണെന്ന് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം സ്തോത്ര ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, സമാധാനമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ സമാധാനത്തെ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് അപ്ലൈ ചെയ്യുക. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങളെ അസമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിഷയങ്ങളെ കർത്താവ് ഇന്ന് തൊടുവാനായിട്ട് ഇടയായി തീരാ. അതിനകത്ത് ദൈവിക സമാധാനം, ഹല്ലേലൂയ, അത് ഈ പകൽക്കാലം കർത്താവ് നിങ്ങളുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരാ. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളിലേക്ക് സർവശക്തനായിരിക്കുന്ന കർത്താവിന്റെ കര, അതേ സ്തോത്ര. ഹല്ലേലൂയ. സമാധാനത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുമ്പോ അസമാധാനങ്ങൾ കടന്നു വരും, അസ്വസ്ഥതകൾ കടന്നു വരും. സ്തോത്രം. പക്ഷേ അതിന്റെ നടുവിൽ നമ്മെ സമാധാനത്തോടെ നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് പറയുന്നു, എന്റെ സമാധാനം. ഹല്ലേലൂയ. അതേ കർത്താവിന്റെ സമാധാനത്തെ കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ മേൽ പകരികയെ. സ്തോത്ര. പ്രിയ കുഞ്ഞത് തനിച്ചല്ല, നീ ഒറ്റയ്ക്കല്ല, നിന്റെ ജീവിത യാത്രയും കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ.
ആരെല്ലാം നമ്മെ കൈവിട്ടാലാ, ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലാ, ആരൊക്കെ നമ്മെ അവഗണിച്ചു കളഞ്ഞാലും സ്തോത്ര, കൈവിടാത്ത അരിമ രക്ഷകയെ നമ്മുടെ കൂടെ ഉണ്ട് സ്തോത്ര. ആ കർത്താവ് നമ്മെ ഒരു നാൾ കൈവിടുകയില്ല. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അത് യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ ഒരിടത്ത് പേടിച്ച് റൂമിനകത്ത് ഇരിക്കുമ്പോഴും സ്തോത്രം, എന്റെ യേശു കർത്താവ് അവരുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് യേശു കർത്താവ് അവരുടെ നടുവിൽ ചെന്ന് നിന്നിട്ട് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് ഭവനത്തിനകത്ത് സ്തോത്ര സമാധാനമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുമ്പോ, പല വിഷയങ്ങളുടെ അകത്ത് നിങ്ങൾ ഭാരപ്പെട്ടു വിചാരപ്പെട്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, എന്റെ സമാധാനം നിങ്ങൾക്ക് തരികയാ. നിങ്ങൾക്ക് സമാധാനം സ്തോത്ര, സമാധാനത്തിൽ വസിക്കുവാൻ, സമാധാനത്തെ നിർഭയം വസിക്കുവാൻ ആ കർത്താവ് നമ്മെ വിളിച്ചതെങ്കിൽ ആ സമാധാനത്തെ കെടുത്തിക്കളയുന്ന സകലതിനെയും ഈ പകൽക്കാലം പരിശുദ്ധാത്മ പൊട്ടിക്കുവാനായിട്ട് ഇടയായിത്തീരാ. സമാധാനത്തെ കർത്താവ് നിങ്ങളുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ കാണുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്തോത്രം. ലോകം തരുന്ന സമാധാനം നമുക്കറിയാം, കുറച്ച് ടൈം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. സമാധാനം ആരാണ് തന്നത്? അവിടെ നിന്ന് തന്നെ അസമാധാനത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ലോകം തരുന്ന സമാധാനമല്ല ഹല്ലേലൂയ കർത്താവ് നമുക്ക് തരുന്നത്. സ്തോത്രം. അതേ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഉറപ്പും ധൈര്യത്തോടും നാം ആയിരിക്കുക. അധൈര്യപ്പെട്ടു പോകരുത്, ചഞ്ചലപ്പെട്ടു പോകരുത്. അതേ സ്തോത്ര ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് നിരാശകൾ, പ്രയാസങ്ങൾ, ആകുലതകൾ കൊണ്ട് വന്ന് നമ്മെ ഭാരപ്പെടുത്തുവാൻ നോക്കുമ്പോ നാം കുലുങ്ങാത്തവർ ആയിരിക്കണം. സ്തോത്ര. പ്രശ്നങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, ആ പ്രശ്നത്തെ മുങ്ങിപ്പോകുവാൻ ഇടയാക്കാത്തവണ, ആ പ്രശ്നത്തെ തകർന്നു പോകുവാൻ ഇടയാകാത്തവണ്ണം നമ്മെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഫിലിപ്പിയർക്ക് ലേഖനത്തെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവത്തെ വിശ്വസിക്കുവാൻ പറഞ്ഞ ആ ദൈവത്തോട് നാം നമ്മുടെ വിഷയങ്ങളെ പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ പ്രിയ ദൈവമക്കളെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താ സ്തോത്ര ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങളെ ആവശ്യത്തോട് സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിപ്പി എന്ന സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കും. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ. അതേ ദൈവിക സമാധാനത്തെ കർത്താവ് തന്നുകൊണ്ട് നമ്മെ കാപ്പാൻ മതിയായ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ കാണുന്ന എന്ന സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം. സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യരിൽ നിന്ന് വരുന്ന ഒരു സമാധാനത്തെ അല്ല നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവിക സമാധാനം. നിങ്ങൾ അസ്വസ്ഥമായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ പ്രിയ മക്കളെ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത രീതിയിൽ ഒരു ദൈവിക സമാധാനത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് നിങ്ങളുടെ മേൽ പകരുകയാ. സ്തോത്ര. അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകൾ ശാന്തമാക്കിയ കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. സ്തോത്ര. മനസ്സാകെ ഇളകിയിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകുലപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്ത് ഒരു ദൈവിക സമാധാനത്തെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഹല്ലേലൂയ നിറയ്ക്കിയ. സ്തോത്ര ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഒരിടത്തു കൂടി നടക്കുമ്പോഴും നിങ്ങൾ ആ കർത്താവിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട്. പ്രിയ ദൈവമക്കൾ, ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്തോത്ര, ജയിലിൽ കിടക്കുക, കാരാഗൃഹത്തിൽ കിടക്കുക. പക്ഷേ ആ പൗലോസ് എഴുതി വെച്ചത് കർത്താവിൽ സന്തോഷിപ്പേ. എവിടെതാ സ്തോത്ര സന്തോഷിക്കുവാനായിട്ട് എഴുതുവാൻ തന്റെ ജീവിതത്തിൽ ധൈര്യം കിട്ടിയത് തന്റെ ഉള്ളിൽ പകർന്നു കൊടുത്തതായ ആ ദൈവിക സമാധാനം. പ്രശ്നങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോഴും നിനക്ക് കർത്താവിൽ സന്തോഷിപ്പാനായിട്ടുള്ള നിന്റെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ, നിന്റെ സമാധാനത്തെ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവിക സമാധാനത്തെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ
യേശുവെങ്കിൽ കാക്കും. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ശബ്ദം കേൾക്കുന്നവരുടെ വെളിപ്പെടുകയാ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ കുലുങ്ങിപ്പോകാത്തവരായി നിൽക്കുക. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അധൈര്യപ്പെട്ടു പോകാത്തവണ ആ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ പകരുകയാ. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ഉറപ്പുള്ളവരായിരിപ്പേ, ധൈര്യമുള്ളവരായിരിപ്പേ, നിർമ്മതരായിരിപ്പേ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാ, പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സുഖം പോലെ ഗർജിച്ച് കടന്നു വരുമ്പോ ആ പ്രതിയോഗിയെ നാം മാറ്റി നിർത്തിക്കൊണ്ട് ദൈവിക സമാധാനത്തിനകത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞ പ്രിയ ദൈവമക്കളെ, അവിടെയാ നമുക്ക് ജയം വരിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവിക സമാധാന. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി സകലതും മുന്നമേ കരുതി വെച്ച ഒരു കർത്താവുണ്ട്. ഇവിടെ തിരുവചനത്തെ അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ലൈഫ് എന്ന് തിരുവചനത്തെ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് കാണുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയതേ മക്കളെ, സ്തോത്രം. അതേ, കർത്താവ് നമ്മെ ചേർത്തുകൊള്ളുവാൻ കടന്നു വരും. സ്തോത്രം. ഞാൻ പോയതുപോലെ വേഗം വരുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു വെക്കൽ. കർത്താവിന്റെ വരവിന്റെ സാഹചര്യങ്ങള്, സാധ്യതകളെല്ലാം ഈ ലോകത്ത് ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയതേ മക്കളെ, ഈ ലോകത്തിലെ നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം സ്തോത്രം മനസ്സിലാക്കണം. ഇത് വേഗം തീരും, നാം പറന്നു പോകും എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ഭവനം ഒരുങ്ങിക്കഴിഞ്ഞാൽ കർത്താവിന്റെ കൂടെ നാം ആയിരിക്കേണ്ടതിന് വേണ്ടി, അതേ സമാധാനത്തിന്റെ പ്രഭു ആയിരിക്കുന്ന കർത്താവിനോട് കൂടെ നമ്മുടെ ജീവിതം ആയിരിക്കേണ്ടതിനായിട്ട് കർത്താവ് നമ്മെ ചേർത്ത് കൊള്ളുവാൻ കടന്നു വരും. ആ ഒരു പ്രത്യാശ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ഭരിക്കുവാനായിട്ട് ഇടയായി തീരണം. എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും അത് ഇവിടെ ഒരല്പ ടൈം മാത്രമേ ഉള്ളൂ പ്രിയ ദൈവമക്കളെ. അതേ സ്തോത്രം. ആ പ്രശ്നങ്ങളുടെ അകത്തേക്ക് നാം കടന്നുപോയി നമ്മൾ അസ്വസ്ഥരായി തീരാതെ വണ്ണം അതേ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം ഹല്ലേലൂയ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് നാം കർത്താവിനെ മുറുകെ പിടിക്കുവാൻ തയ്യാറാക്കുന്നെങ്കിൽ ഒരു പ്രശ്നങ്ങളും നമ്മുടെ മീതെ കവിയത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതേ, ഒരു അസമാധാനത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയല്ല, ഒരു ശാന്തമായ അനുഭവത്തിൽ കൂടി ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഇവിടെ കാണുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ നിങ്ങളെ ഇരുത്തേണ്ടതിന് എവിടെയെങ്കിലും ഇരുത്താമെന്നല്ല, കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മെ ഇരുത്തേണ്ടതിനായിട്ട് കർത്താവ് നമ്മെ ചേർത്തുകൊള്ളാൻ കടന്നു വരിക. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തെ ആ ഒരു ഉറപ്പ്, ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ചേർക്കുവാൻ കർത്താവ് കടന്നു വരും. സ്തോത്ര. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഞാൻ പോയതുപോലെ വരുമെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വേഗം വരും. സ്തോത്ര. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത ഒരു നിത്യഭവന കർത്താവ് നമുക്കായി ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാവുന്ന അവൻ നിനക്ക് നൽകിയ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്ര, നാം ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് പിതാവ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നാം ആരും നശിച്ചു പോകല്ലെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ദൗത്യത്തെ പുത്രൻ നിറവേറ്റി തന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിലെ കഷ്ടതയുടെ, പ്രയാസത്തിന്റെ, വേദനയുടെ മധ്യത്തിൽ ഹൃദയങ്ങൾ തകർന്ന് നിരാശപ്പെട്ട് ആകുലപ്പെട്ട് നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക ദൗത്യത്തിൽ നിന്ന്, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വിളികളിൽ നിന്ന് നമ്മുടെ മേൽ കർത്താവ് പകർന്നെത്തുന്ന ആ പ്രത്യാശയെ ശത്രു എടുത്തു കളയുവാൻ പദ്ധതികൾ ഇടുമ്പോ നാം വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കണം. നാം ദൈവത്തിൽ വിശ്വാസം
ുകൊണ്ട് നിൽക്കണം. നാം കർത്താവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രശ്നങ്ങളൊന്നും നമ്മുടെ തലമീതെ കവിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ലോകത്തെ ജയിച്ച കർത്താവ്, ഹല്ലേലൂയ. മരണത്തെ ജയിച്ച കർത്താവ്, ഹല്ലേലൂയ. അതേ, ശത്രുവിന്റെ തലയെ കാൽവരി ക്രൂശി വെച്ച് തകർത്ത് ജയോത്സവം കൊണ്ടാടിയെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്റെ മേൽ അധികാരം, ഹല്ലേലൂയ, എന്റെ കർത്താവിനാണ്. സ്തോത്രം. ഈ ലോകത്തിലുള്ള ഒന്നിനുമല്ല നിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കർത്താവ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. എന്റെ കർത്താവിനാണ് നിന്റെ മേലുള്ള പൂർണ്ണ അധികാരം. സ്തോത്ര. അങ്ങനെയെങ്കിൽ ആ കർത്താവിൽ നീ ഉറപ്പുള്ളവളായി ധൈര്യമുള്ളവരായിട്ട് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുന്നുവെക്ക് പ്രിയ ദൈവ പൈതലേ സ്തോത്ര. ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകളും സമാധാനവും അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അരുതാത്ത ചിലത് നിങ്ങൾ കേട്ടെന്നിരിക്കാം, അരുതാത്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയെന്നിരിക്കാം, ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിൽ കൂടി നിങ്ങൾ കടന്നു പോയെന്നിരിക്കാം. പക്ഷേ അതിന്റെ നടുവിൽ നീ തനിച്ചല്ല. സ്തോത്ര. അതേ, നിന്നെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തെ താങ്ങുമെന്ന് അരുളിച്ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങി പോകരുത്, ഭ്രമിച്ചു പോകരുത്, ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടുവണ്ണം ദൈവകൃപ തന്ന് നമ്മെ മുന്നോട്ട് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. ഈ പ്രഭാതത്തെ പല വിഷയങ്ങളുടെ നടുവിൽ ഹൃദയം കലങ്ങിയും നുറുങ്ങിയും ഇരിക്കുന്ന അവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. അപ്പൊ ആ വിഷയങ്ങളുടെ നടുവിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ സമാധാനത്തെ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്തെ തന്റെ ജനത്തിന്മേൽ പകരട്ട് കർത്താവേ. അവർ ജോലി മേഖലയിൽ സമാധാനം അനുഭവിക്കട്ടെ, അവര് ഭവനത്തിന് സമാധാനം അനുഭവിക്കട്ടെ. അവർ ഇടപെടുന്ന ഓരോ മേഖലയ്ക്കകത്തും കർത്താവേ അശാന്തമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറി കർത്താവേ ശാന്തമായിരിക്കുന്ന സമാധാനത്തിന്റെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.